Hi, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമേരിക്കൻ മലയാളി വ്ളോഗ്സ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് വേറൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് PowerDeWiseൻ്റെ ലെവലിയർ മൈക്ക് സെറ്റാണ്. ഒരു ഇൻ്റർവ്യൂ മൈക്ക് സെറ്റാണ് അൺബോക്സ് ചെയ്യുന്നത്. സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം ബോയയുടെ മൈക്ക് സെറ്റ്. നമ്മളിൽ പല ആൾക്കാരും ബോയയുടെ മൈക്ക് സെറ്റ് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഞാൻ മേടിച്ചിരിക്കുന്നത് PowerDeWise എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ മൈക്ക് സെറ്റാണ് മേടിച്ചിരിക്കുന്നത്. ഇതൊരു ഇൻ്റർവ്യൂ മൈക്ക് സെറ്റാണ്. ഈ ഒരു മൈക്ക് സെറ്റ് നമുക്ക് സാധാരണ എന്ന പോലെ നമ്മുടെ ഫോണിലും DSLR ക്യാമറകളിലും ലാപ്ടോപ്പുകളിലും എല്ലാം കണക്ട് ചെയ്യാണ്ട് സാധിക്കുന്നതാണ്. ഈ ഒരു മൈക്ക് സെറ്റ് ഞാൻ മേടിക്കാണ്ട് കാരണം ബോയയുടെ ആ പ്രൈസിനാണ് എനിക്കിത് കിട്ടിയത്. ഇതിൻ്റെ കൂടെ 2 എക്സ്റ്റൻഷൻ വരുന്നുണ്ട്, 2 മൈക്ക് വരുന്നുണ്ട്, പിന്നെ ഒരു വൈ കണക്ടർ വരുന്നുണ്ട്. ലാപ്ടോപ്പിലും ക്യാമറകളിലും ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു പിൻ, എക്സ്ട്രാ ഒരു പിൻ വരുന്നുണ്ട്, 2 ബിൻ മഫ്, ഇതെല്ലാം കൂടെ വരുന്ന ഒരു സെറ്റാണ് ഈ ഒരു ഇൻ്റർവ്യൂ സെറ്റ്. ഇതിൽ 2 എക്സ്റ്റൻഷൻ കോഡ് വരുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ ഒരു എക്സ്റ്റൻഷൻ കോഡിന് ഏകദേശം 2 മീറ്ററോളം ആണ് നീളമുള്ളത്. അത് മാത്രമല്ല ഈ മൈക്ക് ലെവലിയർ മൈക്ക് വന്നിരിക്കുന്നത് ആ ഒരു കേബിളിന് തന്നെ ഏകദേശം 1.5 മീറ്റർ നീളമുണ്ട്. അപ്പം നമുക്ക് നല്ല ദൂരത്ത് നിന്ന് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 പേര് സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു മൈക്ക് സെറ്റ് വളരെ ഉപകാരമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഈ ഒരു മൈക്ക് സെറ്റിൻ്റെ വില ഏകദേശം ബോയയുടെ മൈക്ക് സെറ്റിൻ്റെ വിലയുടെ അത്ര ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൈക്ക് സെറ്റ് മേടിക്കാനുള്ള വേറൊരു കാരണം. $25 ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇത് അൺബോക്സ് ചെയ്ത് ഞാൻ സാധാരണ ഗോപ്രോയിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം ഗോപ്രോയിൽ കണക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതിങ്ങനെ ഒരു പാക്കിലാണ് വന്നിരിക്കുന്നത്. അവരുടെ ഒരു കേസാണ്. 2 എക്സ്റ്റൻഷൻ കേബിള്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 2 മീറ്ററാണ് ഒരെണ്ണം. ഇത് മൈക്ക് വന്നിരിക്കുന്നത് ഏകദേശം 1.5 മീറ്ററിലാണ് ഈ 2 മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്ന കേബിൾ വന്നിരിക്കുന്നത്. പിന്നെ ഒരു വൈ കണക്ടർ ഉണ്ട്. ഈ ഒരു വൈ കണക്ടർ നമുക്ക് 2 മൈക്ക് ഇവിടെ കുത്താണ്ടി സാധിക്കുന്നതാണ്. ഇത് വിൻഡ് മഫ് ഉണ്ട് 2 എണ്ണം. പിന്നെ വേറെ ഒരു എക്സ്ട്രാ പിന്നും കൂടെ വന്നിട്ടുണ്ട്, ഒരു അഡാപ്റ്റർ. ഇത് PC ലാപ്ടോപ്പിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇവരുടെ ക്വാളിറ്റി വലിയ കുഴപ്പമില്ല കേട്ടോ. കാരണം $25 ഞാൻ ഇത് മേടിച്ചതും. പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്ര വലിയൊരു ലോ ക്വാളിറ്റി അല്ല. ഇച്ചിരി സംഭവം കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ്. ഈ കാണുന്ന എത്ര സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഗോപ്രോയിൽ കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ ഗോപ്രോയിൽ നിങ്ങൾക്കറിയാം ഓൾറെഡി ഞാൻ മീഡിയ മോഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. എന്നിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു മൈക്കിൻ്റെ ആക്ച്വൽ സൗണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ ആദ്യം ഈ മീഡിയ മോഡ് കണക്ട് ചെയ്തിരിക്കുന്നതിന് ഒരു വീഡിയോ എടുക്കും. വീഡിയോ എടുത്ത് സൗണ്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് എനിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ആ ഒരു ആക്ച്വൽ ഫീല് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഈ ഒരു മൈക്ക് എക്സ്റ്റൻഷൻ കേബിളിൽ, അത് 2 എക്സ്റ്റൻഷൻ കേബിളാണ് വന്നത്, അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മൈക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഗോപ്രോയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം നല്ല നീളമുണ്ട് കേട്ടോ, നീളമുണ്ട്. സംസാരിക്കുമ്പോൾ നമുക്ക് എത്ര നീളത്തിൽ നിന്ന് എത്രയും ദൂരം വരെ നമുക്ക് കിട്ടും. അത് മാത്രമല്ല പിന്നെ ഒരു വൈ കണക്ടർ ഇതിൻ്റെ കൂടെ വന്നതാണ്. ഈ ഒരു വൈ കണക്ടർ നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് കുറച്ച് ദൂരത്തിൽ നിന്ന് തന്നെ സംസാരിക്കാം. അന്നേരം നമുക്ക് എക്കോ ഒന്നും ഉണ്ടാകത്തില്ല. ഇനി നമുക്കിത് ഗോപ്രോയിൽ കണക്ട് ചെയ്തിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം, അതിൻ്റെ സൗണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഗോപ്രോയിൽ മീഡിയ മോഡ് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല, അതിൻ്റെ കയ്യിലുണ്ട്. ആ മൈക്ക് കണക്ട് ചെയ്തതിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്തത് നിങ്ങൾ കാണുന്നത്. മീഡിയ മോഡ് ഗോപ്രോയിൽ മീഡിയ മോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും അതിൻ്റെ റിവ്യൂവും ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ നോക്കാവുന്നതാണ്. PowerDeWiseൻ്റെ മൈക്ക് ഇപ്പോൾ ഗോപ്രോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്തതിന് ശേഷം സംസാരിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സാധാരണ ഇവിടെ എപ്പോഴും ഭയങ്കര കാറ്റുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ അത്രയും കാറ്റില്ല, അല്ലാതെ നമുക്ക് ആ സൗണ്ടൊന്ന് അറിയാൻ പറ്റുമായിരുന്നു. നേരത്തെ നിങ്ങൾ കണ്ടത് ഈ ഒരു മൈക്ക് മാത്രം കണക്ട് ചെയ്തുകൊണ്ടുള്ള സൗണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഒരു എക്സ്റ്റൻഷനും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. 2 എക്സ്റ്റൻഷനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു എക്സ്റ്റൻഷൻ 2 മീറ്ററാണ് ഏകദേശം വരുന്നത്. അങ്ങനെ 2 എക്സ്റ്റൻഷൻ, പിന്നെ ഈ ഒരു മൈക്കിൻ്റെ നീളവും 1.5 മീറ്റർ, അങ്ങനെ മൊത്തത്തിൽ 5.5 മീറ്ററിൻ്റെ മേളിലുണ്ട് ഇപ്പം സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയറായിട്ട് തന്നെ കേൾക്കാൻ പറ്റുമെന്നാണ്
ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ 5.5 മീറ്ററിൻ്റെ ദൂരെ നിന്നാണ് സംസാരിക്കുന്നത്. സൗണ്ട് നല്ല വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഈ ഒരു മൈക്ക് ഇപ്പം 2 പേരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള വൈ കണക്ടർ ഇവിടെ കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്തതിന് ശേഷം വേറൊരാൾക്ക് സുഖമായിട്ട് അവിടെ നിന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ ഒരു മൈക്ക് നമുക്ക് ഒറ്റ മൈക്കുമായിട്ടും ഉപയോഗിക്കാം. വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറ്റ മൈക്ക് മാത്രം കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു മൈക്ക് ഞാൻ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഒന്ന് പ്രൈസിൽ, അതായത് ഈ പറയുന്ന വില കുറച്ച് കിട്ടിയ മൈക്കുകളിൽ ഏറ്റവും നല്ലൊരു മൈക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുമാത്രമല്ല ഇതിൻ്റെ കൂടെ 2 മൈക്കാണ് വരുന്നത്. ആ 2 മൈക്ക് നമുക്ക് സെപ്പറേറ്റായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ എക്സ്റ്റൻഷൻ കേബിളും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ആ എക്സ്റ്റൻഷൻ കേബിളും. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന മൈക്ക് ക്ലിപ്പ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അത് സാധാരണ പ്ലാസ്റ്റിക്കിലാണ് സാധാരണ ഉള്ള മൈക്കുകളിലൊക്കെ വരുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. ഇതിന് മെറ്റലിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ചെറിയൊരു ബാഗിൽ ഈ പറഞ്ഞ പീസുകളെല്ലാം കൊള്ളുകയും ചെയ്യും, നമുക്ക് സുഖമായിട്ട് കൊണ്ട് നടക്കുകയും ചെയ്യും. അത് കാരണം കൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ആയിട്ട് ഒന്നും പറയാൻ വേണ്ടിയില്ല. കാരണം ഈ ഒരു പ്രൈസ് കിട്ടിയ കാരണമുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ.